Now next is how to find the electric field due to a surface charge distribution. Consider in this case we have a surface. Okay, in this surface is having a surface charge density of rho s. Rho s is the surface charge density. ഈ ഒരു സർഫസ് ഇറ്റ്സ് എൻ ഇൻഫിനിറ്റ് ഷീറ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഷീറ്റിലെ ചാർജ് ഡെൻസിറ്റി റോ എസ് ആണ്. Now we want to find the electric field at certain point. Say for example, ഈ ഒരു പോയിന്റിലെ P എന്ന് പറയുന്ന ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. Right? Now in order to calculate this one, first I will consider a small portion here. Say for example, ഇവിടെ ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. ഈ ഒരു പോർഷൻ മാത്രമായിട്ട് നമ്മൾ എടുക്കുന്നു. ആ ഒരു പോർഷനിൽ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. റൈറ്റ്, ഈ ഒരു പോർഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ അതിന് സേ ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് ഹാവിങ് സം ds. ഓക്കെ, ds ആണെന്ന് അതിന്റെ സർഫസ് ഏരിയ എന്ന് വിചാരിക്കുക. ഒരു ചെറിയൊരു ഏരിയയിലുള്ള ചാർജ് എത്രയായിരിക്കും? ഡി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറിയ ഏരിയയിലുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഈക്വൽ ടു ഡി എസ് ഇൻറ്റു റോ എസ് ആയിരിക്കും അല്ലെ? വി നോ ദാറ്റ് റോ എസ് ഇൻറ്റു ഡി എസ് ആയിരിക്കും. അതാണ് അവിടെ ഉണ്ടാകുന്ന ചാർജ് ഡെൻസിറ്റി റോ എസ് ആണ്. അപ്പം ഏരിയ എന്ന് പറയുന്നത് ഡി എസ് ആണെങ്കിൽ റോ എസ് ഇൻറ്റു ഡി എസ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന ചാർജ് എന്ന് പറയുന്നത്, ഈ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന ചാർജ്. ഓക്കെ, സോ ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ് പി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഈ ഒരു പോയിന്റ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിനെ വീൽ റെപ്രസെന്റ് ആസ് DE എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ DE എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഇതിന് തന്നെ രണ്ട് കമ്പോണന്റുകൾ അല്ലെ, Z ഡയറക്ഷനിലാണ് ഈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിന് തന്നെ രണ്ട് കമ്പോണന്റ് ഉണ്ടാവും. ഒന്ന് Z ഡയറക്ഷനിലേക്ക് ഒരു കമ്പോണന്റ് കാണും, പിന്നെ അതേപോലെ തന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള മറ്റൊരു ഡയറക്ഷനിലേക്കും ഒരു കമ്പോണന്റ് കാണും. റൈറ്റ്, y ഡയറക്ഷനിൽ ഒരു കമ്പോണന്റ് കാണും, അതേപോലെ Z ഡയറക്ഷനിൽ ഒരു കമ്പോണന്റ് കാണും. അതേപോലെ ഇവിടെ ഉള്ള എടുക്കുകയാണെങ്കിൽ ഇതിനുണ്ടാവും. നൗ അറ്റ് ദ എൻഡ് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഈക്വലന്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ ഉള്ള ഒരു പോർഷൻ കൊണ്ട് ഉണ്ടാവുന്നത് നേരത്തെ നമ്മൾ ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞ സെയിം കേസ് തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു കേസിൽ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു കമ്പോണന്റ് ഈ ഡയറക്ഷനിലായിരിക്കും, ഒരു കമ്പോണന്റ് Z ഡയറക്ഷനിലായിരിക്കും. So that electric field DE is equal to, we can write it as K into the charge is dq, and instead of dq you can write it as d. നമ്മൾ അങ്ങനെ തന്നെ എഴുതി പോവാം. That the charge we can write it as rho s into ds, okay, divided by the distance, that is r square. Right. Okay, now ഇതിന്റെ കേസിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ we can have only the component exist is Z ഡയറക്ഷനിലുള്ള കമ്പോണന്റ് മാത്രമേ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. റൈറ്റ്, Z ഡയറക്ഷനിലെ കമ്പോണന്റ് മാത്രമേ ഇവിടെയും എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് DE cos theta ആയിരിക്കും. DEZ is equal to DE cos theta ആയിരിക്കും. So we want to find the cos theta, right? Cos theta means it's adjacent side divided by the hypotenuse. Okay, so just similar to the previous one, we can calculate DE cos theta. Say for example this is theta, then adjacent side is equal to DE into theta, so it's equal to H by R. Right, cos theta is adjacent side divided by the hypotenuse. Now we can replace DE by DE is equal to K into rho s ds into all divided by r square. We can write r square as rho square plus, or we can I will write it as a. So it's equal to a square plus h square, right? That is r square into h by r. We can write it as
a square plus h square into square root. So again, just similar to that, we can write it as it is equal to, I'll write in the here, it is equal to the dEz is equal to k into rho s ds into h divided by a square plus h square all raised to 3 by 2. Right. Now, if we want to find the entire the electric field due to the entire sheet. So this is the electric field due to only one component. Now, if we want to find the entire sheet, then we want to take the integral over one direction first, then again on this direction also. രണ്ട് ഡയറക്ഷനിലും നമുക്ക് എന്ത് ചെയ്യണം? X ഡയറക്ഷനിലും അതുപോലെ Y ഡയറക്ഷനിലും integrate ചെയ്യണം. Then if we take the double integral, then I will write the equation here. So finally we will get the, now if so that's the case. Now if we want to find the total electric field, so what we'll do is we need to integrate it. So we want to find the total electric field is equal to surface integral of the Ez, right? Entire surface il nammal endu cheyanam, integrate ചെയ്ത് calculate ചെയ്യണം. Then if we do the integral, double integrals or surface integral, then finally we'll get the result as, I will just write the result here. Now the final answer will be the total electric field will be rho s divided by 2 into epsilon, and the direction of that electric field is normal to this surface, right? That means നമ്മൾ നേരത്തെ കണ്ടു ഇവിടെ എക്സ് എന്താണ് y കമ്പോണന്റുകൾ നമ്മൾ ക്യാൻസൽ ഔട്ട് ഈച്ച് അതർ ആയിരിക്കും എന്ന് പറഞ്ഞു. അതേസമയം z കമ്പോണന്റ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ പ്ലെയിൻ ഷീറ്റ് ഓഫ് സർഫസിന് നേരെ നോർമൽ ആയിരിക്കുന്ന പെർപെൻഡിക്കുലർ ആയിരിക്കുന്ന വെക്ടർ കമ്പോണന്റ് മാത്രമേ അവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളത് നമ്മൾ കണ്ടു. ഓക്കെ, സോ ദാറ്റ്സ് ദ കേസ് വിത്ത് ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സർഫസ് ചാർജ് distribution. So we can find the surface charge something like this way. And again, if we can use Gauss's law, it's very easy to find this kind of solve this kind of problems, and we'll discuss it again during the Gauss's law. പറയുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതർവൈസ് വി ഹാവ് ടു ഫൈൻഡ് ദ എൻറ്റയർ ഇതിന്റെ ഇന്റഗ്രേഷനും പരിപാടികളൊക്കെ മുഴുവനായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ തൽക്കാലം ഈ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, താങ്ക് യു.